ഹരി ഓം. എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഭഗവത്ഗീതയിലൂടെ ജീവിത വിജയം. ഈ വിജയം നാം നേടേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തിലാണ്. പലപ്പോഴും നമ്മൾ വ്യക്തിത്വം എന്ന വാക്കിൻ്റെ അർത്ഥം പൂർണ്ണമായി ഗ്രഹിക്കാറില്ല. നമ്മൾ വ്യക്തിത്വം, ഒരാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് വ്യക്തി നിൽക്കുന്ന ഒരു തത്വമുണ്ട്. വ്യക്തി പ്ലസ് തത്വം, അതാണ് വ്യക്തിത്വം. വ്യക്തി നിൽക്കുന്ന അല്ലെങ്കിൽ വ്യക്തിയെ നിലനിർത്തുന്ന ഒരു ശക്തി. അപ്പോൾ ഈ വ്യക്തിത്വം എന്നത് ശക്തിയാണ്. ശക്തിയിലാണ് വ്യക്തി ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആ പെർസെപ്ഷൻ കംപ്ലീറ്റ്ലി മാറണം. അതായത് ഇന്നത്തെ ഫിസിക്സ് പഠിപ്പിക്കുന്നതാണ് 5000 വർഷം മുമ്പ് ഋഷിവര്യന്മാർ പഠിപ്പിക്കുന്നത്. അത് മറക്കരുത്. ഇന്നത്തെ ആധുനിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഞാനും നിങ്ങളും കാണുന്ന വസ്തു, അതിനെ വസ്തുവാക്കി നിലനിർത്തുന്നത് ഊർജമാണ്, ആറ്റംസാണ്. ആ ആറ്റംസാണ് മോളിക്യൂൾസായിട്ട്. ഇപ്പം നമ്മൾ വെള്ളം കാണുന്നു. വെള്ളം എന്ന് പറയുന്നത് 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും, H2O എന്ന് നമ്മൾ പഠിക്കുന്നത്. ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ രൂപം എന്താണ്? അപ്പോൾ ആ ഹൈഡ്രജൻ ഓക്സിജൻ ശക്തികൾ ആണ് വെള്ളമായി നിൽക്കുന്നതെങ്കിൽ അപ്പം അതിൻ്റെ പിന്നിലുള്ള ഊർജം ഹൈഡ്രജനും ഓക്സിജനും. ഈ ഹൈഡ്രജനും ഓക്സിജനും എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ആറ്റംസാണ്. ഈ ആറ്റംസ് എന്ന് പറയുന്നത് ഊർജം. അപ്പോൾ അതിന് രൂപമില്ല. ഇപ്പോൾ രൂപമില്ലാത്ത ശക്തിയിൽ നിന്നാണ് രൂപമുള്ളത് രൂപപ്പെട്ടതും രൂപമുള്ളത് നിൽക്കുന്നതും. നമ്മൾ ഒരു പൂവെല്ലാം കാണുമ്പോൾ, ഫ്ലവറൊക്കെ കാണുമ്പം അതിൻ്റെ ആ ഒരു ഞെട്ട്, അതിനെ ആ ഒരു പൂവിനെ അങ്ങനെ വഹിക്കുന്ന അതിൻ്റെ ആ കപ്പ്, ആ കപ്പില്ലെങ്കിൽ പൂവ് അതിൽ നിൽക്കില്ല. അപ്പോൾ നമ്മൾ പൂവിനെ മാത്രമേ കാണുന്നുള്ളൂ പൊതുവേ. അതെവിടെയാണ് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ വ്യക്തിയെ കാണുന്നു. ആ വ്യക്തിയെ നിലനിർത്തുന്ന ശക്തിയെ നമ്മൾ കാണുന്നില്ല. ഈ ശക്തിയെ നമ്മൾ കാണാൻ പരിശീലിപ്പിക്കണം നമ്മളെ. അതാണ് ബുദ്ധിയും മനസ്സും. ബുദ്ധിയും മനസ്സും ആകുന്ന ശക്തിയിലാണ് നാം ഓരോരുത്തരും നിൽക്കുന്നത്. കാരണം പറയുന്നത്, നമ്മുടെ ആ ബുദ്ധിയും മനസ്സും ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നാം ഉണ്ടോ ഇല്ലേ എന്ന പ്രസക്തിയില്ല. കാരണം നമുക്ക് ബോധമില്ല. ഇപ്പം നിങ്ങൾ രാവിലെ ഉണർന്നു വരുന്ന നിമിഷം മുതലാണ് ബോധം പ്രകടമാവുന്നത്. ബോധമുണ്ടല്ലെങ്കിലും പക്ഷെ പ്രകടമാവുന്നത് നിങ്ങൾ ഉണർന്നു വരുമ്പോഴാണ്. അപ്പോൾ നാം ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ. ഈ മനസ്സ് ബുദ്ധി എന്ന വാക്ക് തന്നെ നമ്മളൊന്ന് ശരിക്കും പഠിക്കാനുണ്ട്. കാരണം നമ്മൾ പഠിക്കേണ്ടതായ കുറേ കാര്യങ്ങൾ അജ്ഞാതമാണ്. നിങ്ങൾ നോക്കൂ, ഈ ശരീരം എന്ന് പറയുന്നത് ഒരു ജഡവസ്തുവാണ്. കാരണം മരണം എന്ന് പറയുന്ന ഒരു പ്രക്രിയയുടെ കൂടെ കഴിഞ്ഞു. പിന്നെ ഈ ശരീരം വെറും ജഡവസ്തുവാണ്. ഇപ്പോൾ നമ്മൾ മരണം എന്ന് പറയുന്നത് എന്താണ്? മനസ്സും ബുദ്ധിയും ഞാനെന്ന ചിന്തയൊക്കെ ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോയി. നമ്മളതിന് ജീവൻ പോയി, ആത്മാവ് പോയി, സോൾ പോയി എന്നൊക്കെ പറയുന്നു. നമ്മൾ ആ വ്യക്തിയിൽ പിന്നെ കാണുന്നത് ബോധമില്ലാത്ത, വിചാര ഭാവമില്ലാത്ത ഒരു ശരീരം മാത്രം, അല്ലേ? ഇനി ആൾക്ക് ഞാനെന്നൊരു വിചാരമില്ല, വികാരമില്ല, ഒരു ചിന്തയുമില്ല. അപ്പം ഇങ്ങനെയുള്ള ഒരു ജഡവസ്തുവിലാണ് മരിക്കുന്നതുവരെ ബുദ്ധിയും മനസ്സും നിൽക്കുന്നത്, അല്ലേ? അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ഈ ജഡവസ്തുവായ ശരീരത്തിൽ നിന്നും രൂപപ്പെട്ടതാണോ ബോധമുള്ള മനസ്സും ബുദ്ധിയും? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇന്നത്തെ ഫിസിക്സിനെ ബേസ് ചെയ്ത് ചിന്തിക്കേണ്ടത്, രൂപത്തിൽ നിന്ന് ഊർജം വരികയില്ല. അത് അംഗീകരിക്കാമല്ലോ. ഊർജത്തിൽ നിന്നാണ് രൂപം വരിക. അത് നമുക്ക് സയൻറ്റിഫിക്കലി ക്ലിയറാണ്, അല്ലേ? ഊർജത്തിൽ നിന്നേ രൂപം വരികയുള്ളൂ. എനർജി ആണ് മാസ് ആവുന്നത്, ഫോംസ് ആകുന്നത്.
രൂപങ്ങളാവുന്നത് ഊർജ്ജമാണ്. സംശയിക്കുക, ഈ കാര്യത്തിൽ നമുക്ക് സംശയിച്ചിട്ട് കാര്യമില്ല, കാരണം സയൻസ് പ്രൂവ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ ശരീരത്തിൽ നിന്ന് രൂപമില്ലാത്ത ബുദ്ധിയും മനസ്സും ഉണ്ടാകുമോ? ഒരു ചോദ്യം. 2, അങ്ങനെയെങ്കിൽ, അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ഈ ശരീരത്തിലാണോ, രൂപമുള്ള ശരീരത്തിലാണോ രൂപമില്ലാത്ത മനസ്സും ബുദ്ധിയും നിലനിൽക്കുന്നത്? അതോ മൂന്നാമത്തത്, രൂപമില്ലാത്ത ബുദ്ധിയിലും മനസ്സിലുമാണോ ശരീരം നിൽക്കുന്നത്? ഊർജ്ജത്തിലെ രൂപം നിൽക്കുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നാം ഒന്ന് പഠിക്കണം. അപ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം നമുക്ക് മനസ്സിലാവുക. ഈ വ്യക്തിത്വത്തിലാണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കേണ്ടത്, വ്യക്തിയിലല്ല. കാരണം വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ ഇനിയിപ്പോൾ എത്ര മാറ്റം വരുത്തിയാലും അതിൻ്റേതായിട്ടുള്ള പരിമിതികളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മൈക്കിൾ ജാക്സനെ പോലെ ആണിനെ പെണ്ണാക്കാം, അല്ലെങ്കിൽ പെണ്ണിനെ ആണാക്കാം, കറുത്തവനെ കുറേയൊക്കെ വെളുപ്പിക്കാൻ സാധിക്കുമായിരിക്കും. ഇന്നത്തെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് കുറച്ചൊക്കെ സാധിക്കുമായിരിക്കാം. കാരണം അദ്ദേഹത്തിനെ വളരെ വേട്ടയാടിയ ഒരു കാര്യമാണ്, താൻ വളരെ വലിയ പോപ്പ് സിംഗറായിട്ട് ലോകം മുഴുവൻ കീഴടക്കി സംഗീത ലോകത്തെ കിടക്കുമ്പോഴും താനൊരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളൊരു കോംപ്ലക്സ് അയാൾ വളരെ പിടികൂടിയിരുന്നു. അതിനുവേണ്ടി തന്നെ വെളുപ്പിക്കാൻ വേണ്ടി കണ്ടമാനം ട്രീറ്റ്മെൻറ്റ് അദ്ദേഹം കോടികൾ ചിലവഴിച്ചു എന്നാണ് പറയുന്നത്. അതൊക്കെ പിന്നീട് അലർജിയായി പല പ്രശ്നങ്ങളായി അവസാനം നിങ്ങൾക്കറിയാലോ ആത്മഹത്യ പോലുള്ള പ്രശ്നങ്ങളിലേക്കാണ് അവരെത്തിയത്. അദ്ദേഹം ഡ്രഗ്സ് കൊണ്ട് മരിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. വട്ട് എവർ ഇറ്റ് മേ ബി, അവസാനം ദുരിതമായിരുന്നു ജീവിതം. അപ്പോൾ ഒരു വശത്ത് കഴിവും കലകളൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴും മാനസികമായി അവരൊക്കെ ദുരിത ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് കടന്നുപോയിരുന്നു. അപ്പം മനുഷ്യനെ സംബന്ധിച്ച് ഒരു വശത്ത് ബുദ്ധി കൊണ്ട് താൻ വിദ്യാഭ്യാസമുള്ളവനാണ്, കഴിവുള്ളവനാണെന്ന് അഭിമാനിക്കുമ്പോഴും മറുവശത്ത് മാനസികമായ പല പിരിമുറുക്കങ്ങളും സംഘർഷങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ അവനെവിടെയാണ് ജീവിത വിജയമുള്ളത്? അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ വ്യക്തിത്വത്തിൽ ചില കുറവുകൾ, ചില ദൗർബല്യങ്ങളുണ്ട്. അതിനെ നമുക്ക് പരിഹരിച്ചേ പറ്റുള്ളൂ. അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് പറഞ്ഞു, നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏകാഗ്രതയോടെ, അർപ്പണത്തോടെ, പരിപൂർണമായ മനസ്സ് അതിൽ മുഴുകിക്കൊണ്ട് ഒരു കാര്യം ചെയ്യാനുള്ള കഴിവ്, ഒരു കാര്യത്തെ മനസ്സിലാക്കി ചെയ്യാനുള്ള കഴിവ്. രണ്ടാമത്തെ കാര്യം, നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളെ, പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ നമുക്ക് നേരിടാനുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള, പതറാതെ മുന്നോട്ട് പോകാനുള്ള കഴിവ്. മൂന്നാമത്തത്, മറ്റുള്ളവരുടെ വിഷമങ്ങളിൽ അവരെ കൈപിടിച്ചുയർത്താനുള്ള കഴിവ്. ഈ തരത്തിലൊക്കെ നാം നമ്മുടെ മാനസികാവസ്ഥയെ ഒന്ന് രൂപപ്പെടുത്തിയാൽ എങ്ങനെ ഇരിക്കുക വ്യക്തിത്വം? ചെയ്യുന്നതിൽ പൂർണ്ണ സംതൃപ്തി, വരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും മറികടക്കാനുള്ള കഴിവ്, വിഷമങ്ങളുള്ളവരെ കൈപിടിച്ചുയർത്താനുള്ളൊരു കഴിവ്. അപ്പം എങ്ങനെ ഇരിക്കുക വ്യക്തിത്വം? അപ്പം അത്തരം വ്യക്തിത്വമാകുമ്പോഴാണ് നമ്മുടെ മനസ്സ് അതിനുവേണ്ടി നമ്മൾ പരിശീലിപ്പിച്ചെടുക്കുമ്പോഴാണ് ജീവിതത്തിൽ ജീവിച്ചു എന്നൊരു കൃതാർത്ഥത വരുന്നത്. ഗീതയിലെ 15-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം പറയുന്നതാണ്, കൃതകൃത്യശ്ച ഭാരത, കൃതാർത്ഥനായിട്ട് ജീവിക്കുക. അപ്പം ആ കൃതാർത്ഥത നമുക്ക് വരാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ ഇവിടെ 30-ാം ശ്ലോകത്തിൽ നമ്മളോട് പറയുന്നത്. ഗീതയിലെ 3-ാം അധ്യായത്തിൽ ആ ശ്ലോകം ഒന്നുകൂടി വായിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. മയി സർവാണി കർമാണി സന്യസ്യധ്യാത്മചേതസാം നിരാശീ നിർമ്മമോ ഭൂത്വാ യുദ്ധസവിഗതജ്വരാം. മയി സർവാണി കർമാണി സന്യസ്യ എന്നുള്ളത് നമ്മൾ കണ്ടു. ഭഗവാനിൽ എങ്ങനെയാണ് മനസ്സിനെ സമർപ്പിക്കുക? ഭഗവാൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, നിയാമകനാണ്, നിയമമാണ്, പ്രജ്ഞയാണ്, ശക്തിയാണ്. ആ ശക്തി നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മുടെ ശക്തിയെ ഉണർത്താൻ പ്രാണായാമം, പ്രണവം, ജപം, ഇതിലേക്കൊക്കെ ശ്രദ്ധ തിരിച്ചുകൊണ്ട് മനസ്സ് അത്തരം കാര്യങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ചെയ്യുന്ന പ്രവൃത്തികളിലേക്ക് ലയിപ്പിക്കാൻ, അതിൽ ആസ്വദിച്ചുകൊണ്ട് ചെയ്യാൻ പരിശീലിപ്പിക്കണം. അപ്പം നാം രാവിലെ ചില സാധനകൾ ചെയ്യുമ്പോൾ അത് നമുക്കൊരു പരിശീലന കളരിയായിട്ട് മാറുകയാണ്.
അപ്പോൾ നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കുറച്ച് നേരം നിവർന്നിരുന്ന് ജപമൊക്കെ പരിശീലിക്കുന്ന സമയത്ത് അതൊരു പരിശീലനമാണ്. മനസ്സിനെ നിങ്ങൾ ഒരു മന്ത്രത്തിൽ ഏകാഗ്രമാവാൻ, അതിൽ ലയിച്ചു ചേരാൻ പരിശീലിക്കുമ്പോൾ ഈ കഴിവ് നിങ്ങളുടെ ജോലി സ്ഥലത്തും നിങ്ങൾക്ക് ഉപയോഗപ്പെടും, പ്രയോജനപ്പെടും. നിങ്ങളുടെ മനസ്സ് അവിടെയും ചെയ്യുന്നതിൽ ആത്മാർത്ഥത കാണിക്കും. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ആ തരത്തിൽ ചെയ്യുന്ന ഒരാൾക്ക് അധ്യാത്മതേജസ്സോടുകൂടി, അധ്യാത്മതേജസ് ഞാൻ പറഞ്ഞു, നമുക്ക് ആദിഭൗതിക ആദിദൈവീയ ആധ്യാത്മികമായി, അതായത് നമ്മളൊരു കാര്യത്തിൽ മുഴുകിച്ചേർന്ന് ഏകാഗ്രതയോടുകൂടി ചെയ്യുക, അത് നമ്മുടെ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന, അവർക്ക് നമ്മളെക്കൊണ്ട് പ്രയോജനമുണ്ടാവുക, നാം ചെയ്യുന്നതിലൂടെ ലോകസംഗ്രഹമുണ്ടാവുക, ലോകത്തിന് തന്നെ ഒരു പ്രയോജനമുണ്ടാകുന്ന ജീവിതം, ലോകത്തിന് ഉപകാരപ്രദമാകുന്നൊരു ജീവിതം നമ്മളിൽ നിന്നുണ്ടാവുക. ഇപ്രകാരം ആര് ചെയ്യുന്നു? അതെങ്ങനെ ചെയ്യണം? നിരാശീ നിർമ്മമോ ഭൂത്വ. കൃഷ്ണൻ പറയുന്നു, നിരാശയും വേണ്ട, നിർമ്മമ. നിർമ്മമ എന്ന് പറഞ്ഞാൽ മമത, ഒട്ടൽ. മമത എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ചീഫ് മിനിസ്റ്റർ അല്ല, മമത എന്നുള്ള വാക്കിനർത്ഥം മമതയുണ്ടാവുക. മമത എന്നത് ഒരു ഒട്ടലാണ്, ആസക്തി. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റും, ബാക്കിയൊന്നും ഞാൻ ചെയ്യില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഏത് കാര്യത്തിലും താഴോട്ടിറങ്ങി വരാനും ഏത് കാര്യങ്ങളുണ്ടോ ഉയരാനും നമുക്ക് സാധിക്കണം. എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നമുക്ക് ഒരുപക്ഷെ താഴ്ന്നതെന്ന് ചോദിക്കുന്ന ജോലി പോലും ചെയ്യാനുള്ള ആർജവം, ഞാനൊരു കേമനാണെന്ന് തോന്നാതിരിക്കുക. അതേപോലെ തന്നെ വലിയ ഉത്തരവാദിത്വങ്ങൾ വരും, എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്കത് വയ്യ, അതില്ല. അതും ഒന്ന് പരിശ്രമിച്ചു നോക്കുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ജോലി ചെയ്യുന്ന ദുരഭിമാനവും വേണ്ട, വേറൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് നമ്മളതിനെ പേടിക്കുകയും വേണ്ട. ഒന്ന് പരിശ്രമിച്ചു നോക്കുക. അങ്ങനെ നാം നമ്മുടെ ജീവിതത്തിൽ താഴ്മയും എളിമയും അതുപോലെ വലിയ കാര്യങ്ങൾ ഏറ്റെടുക്കാനുള്ള കരുത്തുമുള്ളവരായി തീർന്നാൽ നിർമ്മമരായി, ഒന്നിനോടൊരൊട്ടലില്ല. അവർക്ക് നിരാശയില്ല. കാരണം അവരെ സംബന്ധിച്ച് അവർ പരിശ്രമിച്ചു കൊണ്ട് ഇരിക്കുകയാണ്, അവരുടെ കഴിവിനെ അവർ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളുണ്ടല്ലോ, വിചാരിച്ചാൽ എന്ത് കഴിവ് നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. അതാണ് മനുഷ്യൻ്റെ കാര്യം. പക്ഷേ അതിന് നമുക്ക് പരിശീലനങ്ങൾ വേണം. തീർച്ചയായും നമ്മൾ ഒറ്റയ്ക്ക് എഫേർട്ട് എടുത്താൽ മതിയാവില്ല, പലരുടെ സഹായം വേണ്ടി വരും. അപ്പം അങ്ങനെ നമ്മുടെ ജീവിതത്തെ നാം മുന്നോട്ട് നയിക്കാൻ തീരുമാനിച്ചാൽ നമ്മളൊരിക്കലും തളരുകയില്ല. പലരും ഈ റിട്ടയർമെൻറ്റിന് ശേഷമൊക്കെ ഈ തളരുന്നതിന് കാരണം അവരതിലും കുറഞ്ഞ ജോലിയൊന്നും ചെയ്യാൻ തയ്യാറാവില്ല. അവരെ സംബന്ധിച്ച് ആ ദുരഭിമാനം വളരെ ശക്തമായിരിക്കും. ആ ദുരഭിമാനമുള്ളവർക്കൊരിക്കലും മുന്നോട്ട് ജീവിതം നയിക്കാനും സാധ്യമല്ല. ഞാനൊരിക്കൽ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് പോവുകയാണ്. അപ്പോൾ അവിടെ രാവിലെ 6 മണിക്ക് വിഷ്ണു സഹസ്രനാമമൊക്കെ തുടങ്ങുമ്പോൾ സപ്താഹവേദിയൊക്കെ അങ്ങനെ ഒരുക്കി, അങ്ങനെ അവിടെ ഷീറ്റെല്ലാം ഇട്ട് റെഡിയാക്കി 2-3 ആൾക്കാർ, ഒരു പ്രായമുള്ള ഒരാൾ വളരെ ഊർജ്ജസ്വലനായിട്ട് വർക്ക് ചെയ്യും. അപ്പം ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു ഇൻകം ടാക്സ് കമ്മീഷണറാണ്. ഇൻകം ടാക്സ് കമ്മീഷണർ എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൻ്റെ മൊത്തം ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളാണ് ആ ഒരു ജോലി ചെയ്യുന്നത്. അത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. ഇവിടെയാണെങ്കിൽ ഒരു സാധാ ജോലിക്കാരെ ഞാൻ ആരാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഷീറ്റിടാനോ ഞാൻ ചൂലെടുക്കാനോ, എൻ്റെ ആ ഒരു ദുരഭിമാനം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഇവിടെ നന്നാവാത്തതും പലരും നേരെയാവാത്തത്. എന്തും ചെയ്യാനുള്ള ആ ഒരു മനസ്സ് അത് സർദാർജിമാരിൽ നിന്നും കണ്ടുപിടിക്കണം. നിങ്ങൾ കുട്ടികളെയൊക്കെ ഒന്ന് കൊണ്ടുപോകണം. നമുക്ക് കേരളത്തിൽ അങ്ങനെ ഈ സർദാർജിമാരുടെ ഗുരുദ്വാരകളും ലങ്കറുകളും, ലങ്കർ എന്ന് പറഞ്ഞാൽ അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, നമ്മൾ അന്നക്ഷേത്രം എന്ന് പറയുന്നത്, അതൊന്നും ഇല്ലാതെ പോയി. അല്ലെങ്കിൽ കാണാൻ ശരിക്കും അവരേത് വലിയ ഉദ്യോഗസ്ഥന്മാരായാലും വന്ന് നിലം തുടയ്ക്കാനും പാത്രം കഴുകാനും എല്ലാറ്റിനും അവിടെ കൂലിക്കാരില്ല, എല്ലാം വളണ്ടറി. അതാണ് അവരുടെ കൾച്ചർ. അവരേത് ചെറിയ കാര്യത്തിനും തയ്യാറാണ്. അതാണ് അവരുടെ ഗുരു പഠിപ്പിച്ചിരിക്കുന്നത്, എളിമ. ഇത് നമ്മുടെ സമൂഹത്തിൽ ഇത്തിരി കുറവാണ്. നിങ്ങൾ ക്ഷേത്രങ്ങളൊക്കെ പോയി നോക്കൂ,
തിരുമേനിമാർ അവരുടെ മാത്രം പൂജ ചെയ്യും, മറ്റവർ വേറെ കാര്യം ചെയ്യും. ഒരു പുല്ല് പോലും ആ കോമ്പൗണ്ടിൽ നിന്ന് പറിക്കാൻ ഒരു മനുഷ്യൻ ഉണ്ടാവില്ല. അത് കാടും പിടിച്ച് അങ്ങനെ കിടന്നുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മുടെ സമൂഹം വളരണമെങ്കിൽ ഈ രണ്ടെണ്ണം പാടില്ല. നിരാശി നിർമ്മമ. നിരാശ, അത് ഞാനിത് ചെയ്താൽ എൻ്റെ അഭിമാനം പോകുമെന്നുള്ളൊരു ദുരഭിമാനവും വേണ്ട. നിർമ്മമ, ഞാൻ ഇതേ ചെയ്യുള്ളൂ എന്നുള്ള വാശിയും വേണ്ട. അവർ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. നമുക്ക് ഒരുപക്ഷെ പ്രയാസമുള്ളതാണെങ്കിലും ട്രൈ ചെയ്തു നോക്കുക. ആരും എക്സ്പേർട്ടായിട്ടൊന്നുമല്ലല്ലോ ഇത് ചെയ്യുന്നത്. എക്സ്പേർട്ടിസം വന്നിട്ടാണോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഭരിക്കുന്നത്? ഒരു ട്രെയിനിങ് എടുത്തിട്ടാണോ അതൊക്കെ ചെയ്യുന്നത്? പക്ഷേ നമ്മുടെ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കാര്യവും ചെയ്യാൻ സാധിക്കും. അതാണ്. അതുകൊണ്ട് യുദ്ധസ്യ വിഗതജ്വര, ഈ വാക്കുകളൊക്കെ തെറ്റിദ്ധരിക്കും. കൃഷ്ണൻ യുദ്ധസ്യ എന്ന് പറഞ്ഞാൽ അർജുന നീ യുദ്ധം ചെയ്യൂ എന്ന അർത്ഥത്തിലല്ല. അത് നിങ്ങളങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അർജുനനോടിത് പറയുമ്പോൾ ഇവിടെ യുദ്ധം എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ ഓർമ്മിപ്പിക്കുന്ന യുദ്ധം ചെയ്യാനല്ല. ഇത് തീവ്രവാദികളുടെ ഭാഷയല്ല കൃഷ്ണൻ്റെ ഭാഷ. മനസ്സിലായില്ലേ? ഇവിടെ യുദ്ധം ചെയ്യൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ കർത്തവ്യം അനുഷ്ഠിക്കൂ. അർജുനൻ ഇവിടെ ആരാണ്? ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കേണ്ട, രാഷ്ട്രത്തിന് വേണ്ടി നിലകൊള്ളുന്ന ധീരയോദ്ധാവാണ്. അർജുൻ്റെ മുന്നിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ധർമ്മമാണ്. അല്ലാതെ തൻ്റെ സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മേൽ ബോംബ് വയ്ക്കുന്നവനല്ല അർജുനൻ. തനിക്ക് വീരസ്വർഗം കിട്ടാനുള്ളതല്ല. ഈ രാഷ്ട്രം സുരക്ഷിതമായിരിക്കണം, രാഷ്ട്ര സംരക്ഷണം, ഈ രാഷ്ട്രത്തിൻ്റെ ധർമ്മം പരിപാലിക്കണം. അതിനാര് എതിര് നിന്നാലും പ്രയോറിറ്റി രാഷ്ട്രത്തിനാണ്, എൻ്റെ രാജ്യത്തിനാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ ധർമ്മം, എൻ്റെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പ്, നാളത്തെ തലമുറകൾക്കുള്ള ഭാവി ജീവിതം. ഇതൊക്കെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. ഇന്ന് നമ്മളും ഈ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ കേട്ടില്ലേ ലോക്നാഥ് ബെഹ്റാജി പറഞ്ഞത്? കേരളത്തിൻ്റെ DGP പോകുന്ന സമയത്ത് പറഞ്ഞ കാര്യം എന്താ? കേരളം ഒരു തീവ്രവാദികളുടെ കേന്ദ്രമായിക്കൊണ്ടിരിക്കുന്നു, ഒരു സ്ലീപ്പിംഗ് സെല്ലായിട്ട് പ്രവർത്തിക്കുന്നു. വളരെ വിദ്യാഭ്യാസമുള്ളവരൊക്കെ റിക്രൂട്ട് ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ പെൺകുട്ടികളെ പോലെ റിക്രൂട്ട് ചെയ്ത് പ്രേമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കണ്ടില്ലേ? പ്രേമത്തിൽ എന്തിനാണ് മതം ഇടപെടുന്നത് എനിക്ക് മനസ്സിലായില്ല. അതെന്താ നമ്മുടെ കോടതികൾ ചോദിക്കാത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രേമം എന്ന് പറഞ്ഞാൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസിക വികാരമാണ്. അതിൽ മതം എന്തിനിടപെടണം? മതം ഇടപെടുന്നുണ്ടെങ്കിൽ ആ പ്രേമത്തിൽ എന്തോ കാപട്യമുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ വളരെ മുന്നിൽ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പം രാഷ്ട്രത്തിൻ്റെ സുരക്ഷിതത്വം, ഒരു രാഷ്ട്രത്തിൻ്റെ സംസ്കാരം, എന്താ ഇവിടുത്തെ സംസ്കാരം? ഭാരതത്തിൻ്റെ ഹൈന്ദവ സംസ്കാരം. ഈ സംസ്കാരം നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാളത്തെ തലമുറകളുടെ ജീവിതം, അതിനിവിടെ സമ്പത്ത് വേണം. ഈ തീവ്രവാദികൾ ഈ സാമ്പത്തിക സ്ഥിതി മുഴുവൻ തകർക്കും. ഈ തീവ്രവാദികൾ ഇവിടുത്തെ ഒരു അസ്വസ്ഥത കണ്ടാക്കിയാൽ ആര് ഇൻവെസ്റ്റ് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിക്കും. പിന്നെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, കഴിഞ്ഞു. ഇവിടുത്തെ പുരോഗതി അത് ബാധിക്കും. അപ്പം നാളത്തെ തലമുറയ്ക്ക് ഇവിടെ ജോലിയില്ല. പട്ടിണിക്കാരെ ഉണ്ടാക്കുന്നു മതത്തിൻ്റെ പേരിൽ. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിനെ പോലും ചീത്തപ്പേരുണ്ടാക്കുന്നു. ആ ഇസ്ലാം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ അവർ പറയുന്നത് എന്താ പറയുക, ശാന്തിയുടെ, സമാധാനത്തിൻ്റെ മതം എന്നാണ്. ലോകത്തിൽ എന്ത് സമാധാനമാണ് ഇങ്ങനെയുള്ള തീവ്രവാദികൾ ഉണ്ടാക്കി വയ്ക്കുന്നത്? എല്ലാ പുരോഗതിയും ഇല്ലാതാക്കി. ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെയൊക്കെ അവസ്ഥ നോക്കൂ നിങ്ങൾ. സിറിയ ഇന്ന് പിച്ച തണ്ടേണ്ട ഗതികേടിലാണ് ഈ രാജ്യങ്ങളൊക്കെ. ലിബിയ, യമൻ, ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, തീവ്രവാദം എവിടെ ഉണ്ടായിട്ടുണ്ടോ ആ രാജ്യങ്ങളൊക്കെ ഇന്ന് പിച്ചപാത്രം പിടിച്ചിരിക്കുകയാണ്. കാരണം പണം മുഴുവൻ ബോംബുണ്ടാക്കാനും ആയുധമുണ്ടാക്കാനും ചെലവഴിച്ച് രാഷ്ട്രത്തിൻ്റെ പുരോഗതി പോയി. ആരും ഇൻവെസ്റ്റ് ചെയ്യാനില്ല. കാരണം പേടിയാണ് എപ്പോഴാണ് ബോംബ് പൊട്ടിക്കുക എന്നുള്ളത്. ഇന്ന് ഇസ്ലാം മതത്തിൽ തന്നെ ഭൂരിപക്ഷം ആളുകളും തീവ്രവാദത്തിനെതിരായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്നൊക്കെ മനസ്സിലാക്കേണ്ട ഓരോ പൗരനും ഉണരണം. കൃഷ്ണൻ പറഞ്ഞ പോലെ നമ്മുടെ കർത്തവ്യം, പ്രഥമ കർത്തവ്യം ഈ രാജ്യത്തിൻ്റെ സുരക്ഷയാണ്. നമ്മുടെ രണ്ടാമത്തെ കർത്തവ്യം നമ്മുടെ സംസ്കാരത്തിൻ്റെ നിലനിൽപ്പാണ്. അത് തകർക്കാൻ അനുവദിക്കരുത്. 3, ഈ രാജ്യത്ത് അരാജകത്വവും അക്രമവും ഉണ്ടാക്കുന്നതിന് ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരില്ല, ഇവിടെ പുരോഗതി ഉണ്ടാവില്ല. നാളത്തെ തലമുറകൾക്ക് ജീവിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇവിടെ ഉണ്ടാവില്ലെങ്കിൽ അവർ പിച്ചെടുക്കും. നമ്മളുടെ അശ്രദ്ധ കാരണം, നമ്മളുടെ അനൈക്യം കാരണം
ദുരിതം അനുഭവിക്കാൻ പോകുന്നത് നാളത്തെ തലമുറകളാണ്. അപ്പം അതുകൊണ്ട് കൃഷ്ണൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കുക. അവനവൻ്റെ കർത്തവ്യം ഭംഗിയായിട്ട് ചെയ്യുന്നതോടൊപ്പം രാഷ്ട്രത്തിന് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങണം. നമ്മൾ നല്ലത് പ്രചരിപ്പിക്കണം. ആരാണ് ഈശ്വരൻ? നമ്മൾ ഈശ്വരൻ ആരാണെന്ന് ഓരോരുത്തരുടെയും ഹൃദയത്തിൽ തറയ്ക്കട്ടെ. കാരണം ആകാശത്തിൽ സ്വർഗത്തിലിരിക്കുന്ന അവിടെ കള്ളും ഡാൻസും പഠിപ്പിക്കുന്ന ഒരാളല്ല ദൈവം. ആ ധാരണ സമൂഹത്തിൻ്റെ തലയിൽ നിന്ന് മാറ്റിയെടുക്കണം. സ്വർഗത്തിലേക്ക് പോകാനല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്, ഭൂമിയെ സ്വർഗമാക്കാനാണ്. അവനവൻ ഇരിക്കുന്നിടം സ്വർഗീയമാക്കാനാണ്. ആറ്റിറ്റ്യൂഡ് മാറ്റേണ്ടതുണ്ട്. അപ്പം ആ തരത്തിൽ നാം പ്രചരിപ്പിക്കണം. പ്രചാരമാണ് നമ്മുടെ ഏറ്റവും വലിയ ആയുധം. നാം അതിന് മുന്നോട്ട് വരണം. ഈശ്വരനാര്? നിയാമകനാണ്, സൃഷ്ടാവല്ല ഈശ്വരൻ. ഇവിടെ എല്ലാം നിയമപ്രകാരം പ്രവർത്തിക്കുന്നു. ആ നിയമം എന്ന് പറയുന്നത് എന്താണ്? അത് നമ്മൾ ചോദിക്കണം. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു തരട്ടെ നമുക്ക്, എന്താണ് ഈ നിയമം? വാട്ട് ഈസ് ദിസ് ലോ? അത് ബോധശക്തിയാണ്, പ്രജ്ഞയാണ്. ഭാരതീയർ പറയുന്നത് അത് തന്നെയാണ്. പ്രജ്ഞയാണ് ബ്രഹ്മം. ആ പ്രജ്ഞയാണ്, ബോധശക്തിയാണ്, നിയമം തന്നെയാണ് ഈശ്വരൻ. അപ്പം എല്ലാം നിയമത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിയുടെ ശരീരം വളരുന്നത്, നമ്മുടെയൊക്കെ ശരീരം വളർന്നത് ഒരു നിയമത്തിനനുസൃതമായിട്ടേ സെല്ലുകൾ രൂപപ്പെടുന്നുള്ളൂ. തോന്നിയതുപോലെ അത് വളർന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈശ്വരനിലാണ് നാം ഓരോരുത്തരും, അല്ലാതെ ആകാശത്തിലല്ല ഈശ്വരൻ. ഇതിങ്ങനെ മനസ്സിൽ ആഞ്ഞ് പതിക്കണം. അപ്പം മനസ്സിലാവും ആകാശത്തിലേക്കല്ല പോണ്ടത്. അവിടെ ആകാശത്തിൽ 7 ആകാശത്തിനപ്പുറത്ത് ഒരു സ്ഥലവും ദൈവം വേലി കെട്ടി വെച്ച് അവിടെ ഇങ്ങനെ കള്ളും ഒഴുകുന്നൊരു പുഴ. എന്തെന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിൽ ജീവനുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക ശാസ്ത്രജ്ഞന്മാർ. അതും ശൂന്യാകാശം, 7 ആകാശം എന്നൊക്കെ പറഞ്ഞാൽ ശൂന്യാകാശം. ഇനി അവിടെ വായു പോലും ഇല്ലാത്ത സ്ഥലത്താണ് ഇവർ ഒഴുകുന്ന പുഴയും. അതായത് സൂര്യനിൽ നിന്ന് 7 ആകാശം എന്നൊക്കെ പറഞ്ഞാൽ സൂര്യനിൽ നിന്ന് എത്ര അകലെയാണ് നോക്കൂ നിങ്ങൾ. സൂര്യനിൽ നിന്ന് അകലും തോറും അവിടെ വെള്ളം കട്ടിയായി മാറും. അതൊക്കെ ഒന്ന് യുക്തിപരമായി ചിന്തിക്കണ്ടേ? വെള്ളം, അതുപോലെ മനുഷ്യന് ശരീരത്തോടുകൂടി അവിടെ നിൽക്കാൻ പറ്റുക, ഇതൊക്കെ അന്ധമായി വിശ്വസിക്കാം നിങ്ങൾക്ക്. പക്ഷേ ഭാരതീയ സംസ്കാരം ഈശ്വരനെ അവിടെയല്ല ചൂണ്ടിക്കാണിക്കുന്നത്. നീ ഈശ്വരല്ല, ത്വം തത് അസി. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഏതായാലും ആരാണോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ കർത്തവ്യം, തൻ്റെ കടമ, തൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും കടമ 3 കാര്യങ്ങളാണ്, മറക്കരുത്. രാഷ്ട്രം, നമ്മുടെ സംസ്കാര സനാതന ധർമ്മം, 3 നാളത്തെ തലമുറകൾക്കുള്ള നിലനിൽപ്പിനുള്ള സാമ്പത്തികമായ ഭദ്രത, പുരോഗതി, രാഷ്ട്രത്തിൻ്റെ പുരോഗതി. അതിനിവിടെ അക്രമങ്ങളും അരാജകത്വവും സൃഷ്ടിക്കാൻ നമ്മൾ അനുവദിക്കരുത്. അനുവദിച്ചോ പുരോഗതിയെ തടസ്സപ്പെടുത്തും. തലമുറകൾ പട്ടിണിയായിട്ട് നിങ്ങൾ കാണാറില്ലേ TV ചാനലുകളിൽ? ഉഗാണ്ടയിലും അതുപോലെ തന്നെ സൊമാലിയയിലൊക്കെ വയറൊക്കെ ഒട്ടി, കവിളൊക്കെ ഒട്ടി, പാത്രവും പിടിച്ചു നിൽക്കുന്ന കറുത്ത രൂപങ്ങളെ. നാം പറയും എന്തൊരു കൊടും പട്ടിണിയാണെന്ന്. പക്ഷേ അവിടെയും തീവ്രവാദികളുടെ കയ്യിൽ വില കൂടിയ ആയുധങ്ങളാണ്. അവരും അവരുടെ സർക്കാരിനെതിരെ പൊട്ടിക്കുന്നത് വലിയ മിസൈൽസാണ്. ഒരു മിസൈലിന് മിനിമം ഒരു 1,00,000 ഒരു ലക്ഷത്തിലധികം രൂപയെങ്കിലും വരും. 1,00,000 ഞാൻ പറയുന്നത് 1 ലക്ഷത്തിലധികം വരും തോന്നുന്നു. കാരണം അത്രയും AK-47 പോലുള്ള റൈഫിളിൽ തന്നെ 25 ലക്ഷം 30 ലക്ഷം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ആയുധങ്ങൾ മേടിക്കാൻ കാശുണ്ട്, ഭക്ഷണം കൊടുക്കാൻ മനസ്സില്ല. നോക്കൂ നിങ്ങൾ, ഇവരൊക്കെയാണ് സ്വർഗമുണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ലോകത്തിൽ നിന്നും ഇത്തരം കുടില ചിന്തകൾ മാറ്റണം. അതിന് നാം ഉണർന്ന് പ്രവർത്തിച്ചേ പറ്റുള്ളൂ, ആശയങ്ങളെ പ്രചരിപ്പിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ നാം ഒന്ന് ഉണരേണ്ടതുണ്ട്. അതുകൊണ്ട് കൃഷ്ണൻ നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം തരുന്നു. അതെന്താണ്? അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, പ്രണാമം, ഹരി ഓം.